ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിന് 2 പാക്കറ്റ് പാലട എടുത്തിട്ട് കാണിച്ചു തരാം. ഒഴിച്ച് ഇനി സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നേരെ അടപ്പിലേക്ക് വെക്കാം. ഇതൊന്നിനെ തിളച്ച് വരട്ടെ. ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കാം. കാരണം വെച്ചിട്ടല്ലോ പായസമൊക്കെ കുടിക്കണം. മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെൻ്റെ മോളെ വീടാണ് കേട്ടോ. എൻ്റെ മോളെ വീട് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. പിന്നൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിൻ്റെ കട്ട പിടിക്കും. വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കണ്ട. മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ല, അതുകൊണ്ടിട്ട് മിൽക്ക് മെയ്ഡ് ഇടുന്നില്ല. അമ്മായി സോഷ്യൽ വർക്കറായിട്ടും ഈ ചാരിറ്റിയുടെ ബേസ് ചെയ്തിട്ടൊക്കെ കുറേ സമരവും സ്ട്രൈക്കൊക്കെ ചെയ്യുന്ന ആളല്ലേ. അപ്പം എന്തുകൊണ്ടിട്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര വില കൂടിയിട്ട് അതിന് മാത്രം ഒരു അപ്ഡേഷൻസ് ഒന്നും ഇല്ലാത്തത്? അത് കുറേ പേരായി ഇപ്പം എന്നോട് വിളിച്ച് ചോദിക്കണ. ജാസ്മിനൊക്കെ സമരത്തിന് പോണേല്ലേ, വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് വിളിക്കുമല്ല, റോഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കും, സപ്ലൈക്കോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണുണ്ടല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണക്ക് വില കൂടിയിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം തൊട്ടതിനും പിടിച്ചതിന് സമരം ചെയ്യണം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത്രയും വെളിച്ചെണ്ണക്ക് ഇത്രയും വില കൂടി നിന്നിട്ട് ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഒരു സമരം പറയണില്ല. പെട്രോളിന് വില കൂടി അപ്പം സമരം ചെയ്യുന്നുണ്ടല്ലോ, കടകൾ അടച്ചിടുന്നുണ്ട്, പല പല കാര്യങ്ങൾക്ക് സമരം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇതിന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഇതിന് മുൻകൈ എടുത്ത് എന്തുകൊണ്ട് ഇത് ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. എന്നോട് ഓരോരുത്തർ ചോദിക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമുക്കൊരു വീഡിയോ ചെയ്യാം അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പം ഇതൊരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണക്ക് ഒരുപാട് വില കൂടിയിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഇതിന് മുൻകൈ എടുത്ത്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആഹാ, എന്താ തവി ഞാൻ മാറ്റട്ടെ. ഇതിനകത്ത് സ്റ്റീലിൻ്റെ തവി ഇടാൻ പാടില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ അത് വെച്ച് ഇത്രയും നേരം വരെ ഇളക്കിക്കൊണ്ടിരുന്നത്. കണ്ട, നല്ല കുറുക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുന്ന പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ആവശ്യമുള്ള ആൾക്കാർക്ക് കശുവണ്ടി മുന്തിരി അതൊക്കെ ഇടാം. ഇവിടെ അതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടിട്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓണമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ പായസം ഒഴിക്കുന്നതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പായസം കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. നല്ല മധുരം, നല്ല കുറുകിയിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാവരും വീട്ടിൽ പോയിട്ട് എല്ലാ വീട്ടിൽ നിന്ന് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്.